ഇത് ലിറ്ററലി സൊസൈറ്റിയോടുള്ളൊരു ചോദ്യമാണ്. പിന്നെ അഫ്സലിൻ്റെ കുറച്ച് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് വരുത്താനും വേണ്ടിയിട്ടാണ്. പേഴ്സണൽ ഗ്രഡ്ജാണോ, കണ്ടൻറ് ക്രിയേഷനാണോ? യെസ്, കണ്ടൻറ് ക്രിയേഷനാണ്. അതിൻ്റെ ഒപ്പം തന്നെ സൊസൈറ്റിയുടെ ഒരു പാർഷ്യൽ നിറം നിങ്ങളിലോട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ബോധം വിവരമുള്ളവർക്ക് മനസ്സിലാവുന്നുള്ള വിശ്വാസത്തോടു കൂടിയും അവനവൻ്റെ വീട്ടിൽ ആണ് പ്രശ്നങ്ങൾ നടന്നാൽ വിഷയമുള്ളൂ. മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് തേങ്ങ നടന്നാലും മറ്റുള്ളവരുടെ ലൈഫ് ഇട്ട് പന്താടിയാലും അത് അവരുടെ കയ്യിലിരിപ്പോണ്ടൊന്ന് വരുത്തി തീർക്കാൻ നോക്കുന്ന ചില കൊഞ്ഞാടന്മാരോടാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സീസൺ 5 പോവാം. എൻ്റെ വീഡിയോസിൻ്റെ താഴെ വീഡിയോ കാണാതെ തന്നെ എൻ്റെ ഈ മുഖം കാണുമ്പോൾ തന്നെ വിഷ്ണു ഹഗ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, ഹഗ് നിങ്ങൾക്കും അറിയാം ഇത്ര വിഷമുള്ള സംഭവം, തെറ്റുള്ള സംഭവം, കാര്യങ്ങളൊന്നുമല്ല എന്നുള്ളത്. അപ്പോൾ ഹഗ് ഞാൻ ചോദിച്ചു എന്നുള്ള കെയർ ഓഫിൽ എന്നെ സൊസൈറ്റിയിൽ തേച്ചൊട്ടിക്കാൻ പറ്റാവുന്ന മാക്സിമം ആൾക്കാർ തേച്ചൊട്ടിക്കുന്നുണ്ട്. സൈബർ അറ്റാക്കും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വേറൊരു വേർഷൻ ഓഫ് സൊസൈറ്റി, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി പുറത്ത് ഓൾറെഡി 7 months ആയിട്ട് ഒരാളായിട്ട് റിലേഷൻഷിപ്പും കമ്മിറ്റും ആയിട്ട് എൻഗേജ്മെൻറ്റും കഴിഞ്ഞ് അതിൻ്റെ അകത്ത് പോയിട്ട് ഗബ്രി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലായി. എന്നാൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള വ്യാജേന കാര്യങ്ങൾ കൊണ്ട് നടക്കുകയും 12 മണിക്ക് ശേഷമുള്ള അവരുടെ ലീലാവിലാസങ്ങളും അതിനൊക്കെ പുറമെ ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓൾറെഡി പുറത്ത് കമ്മിറ്റഡ് ആയിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. പുറത്ത് എല്ലാ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് ഇഷ്ടമാണ്, ലവിലോട്ട് പോവാതെ ഞാൻ ഹോൾഡ് ചെയ്യും, എനിക്ക് അവൻ്റെ ഫേസ് കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവനില്ലാതെ പറ്റില്ല എന്ന് പറയുന്നു. ഋഷി ചോദിക്കുമ്പോൾ പറയുന്നു എനിക്ക് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ല, വി ആർ ഇൻ ലവ്, പക്ഷേ വന്മതിൽ പണിയും എന്തിന്, പ്രണയമാവാതിരിക്കാൻ. ജാസ്മിൻ്റെ വീട്ടുകാരും ഗബ്രിയുടെ വീട്ടുകാരും ഇത് സമ്മതിക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ വന്മതിൽ പണിയുമെന്ന് ആര് പറഞ്ഞിരിക്കുന്നത്? ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദേ ആർ ഓക്കെ, ജാസ്മിനും ഗബ്രിയും ടോട്ടലി ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഹഗ് നിങ്ങൾക്ക് ഭയങ്കര വിഷയം. ഇവിടെ പുറത്തൊരാളുടെ ലൈഫ് ഇട്ട് തട്ടി കളിച്ച് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനും ജാസ്മിനെ അനാവശ്യമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യാനും ഡീഫെയിം ചെയ്യാണ്. അഫ്സലിൻ്റെ വീഡിയോൻ്റെ താഴെ പോയിട്ട് നിനക്ക് വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ? എന്തോ ഒലക്കേമലത്തെ വർത്താനാണ് വൃത്തികെട്ടവന്മാരി പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അഫ്സൽ എന്ത് രീതിയിൽ വെയിറ്റ് ചെയ്യണം? ആ മനുഷ്യൻ ഇതെല്ലാം ഓപ്പണായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വെയിറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾ വെയിറ്റ് ചെയ്യോ? നിങ്ങളുടെ കല്യാണത്തിനോ, നിങ്ങളുടെ പെങ്ങള് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്ന ഒരാളും ഇമ്മാതിരി ആറാമ്പരപ്പ് കാണിച്ചാൽ വെയിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പറയും. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് സൊസൈറ്റിയുടെ ഒരു അവസ്ഥ? ഹഗ് വലിയ വിഷയം, ഇമ്മാതിരി ആറാമ്പരപ്പ് കാണിക്കുന്നത് നിങ്ങൾക്ക് വിഷയമല്ല. എന്നിട്ട് അഫ്സലിൻ്റെ വീഡിയോൻ്റെ താഴെയും എൻ്റെ വീഡിയോൻ്റെ താഴെയൊക്കെ വന്നിട്ട് ഇങ്ങനെ വാരി വെതറാൻ അറപ്പില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഒരു വിഷയമില്ല. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോ ആണെങ്കിലും അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് ലൈഫുണ്ട്. ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് ഈ വൃത്തികേട് പറഞ്ഞപ്പോൾ അഫ്സൽ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി ജാസ്മിൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വർത്താനം പറയാൻ ജാസ്മിനോടെ പറ്റത്തില്ല. ഓൾറെഡി ഇവിടുന്ന് കമ്മിറ്റായ പോയ ആൾക്ക് അകത്തൊരാണിനെ കാണുമ്പോൾ എന്തൊലക്കേമലത്തെ കൺഫ്യൂഷൻ വരാനാണ്? ഇതാണ് അപ്പോൾ റിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. എന്തോ ഏതോ വേണ്ടിയിട്ട് വെറുതെ വാരി വെതറി സംസാരിക്കുക. അവരുടെ വീട്ടിൽ നടക്കണ മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് നടന്നാലും ഒരു വിഷയമില്ല. ഇതിനകത്ത് വേറൊരു സാധനം കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അഫ്സലിൻ്റെ ലെറ്ററിൽ പറയുന്നുണ്ട്, ഐ ഡോണ്ട് വാണ്ട് ടു ഡീഗ്രേഡ് ഹെർ ഫോർ പുട്ടിങ് ഔട്ട് എവിഡൻസ് ഇൻ ദ ഫോം ഓഫ് പിക്സ് ആൻഡ് വീഡിയോസ് ടു അവർ റിലേഷൻഷിപ്പ് മെമ്മറീസ്. മനസ്സിലായോ? പിക്കിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളും റിലേഷൻഷിപ്പ് മെമ്മറീസിൻ്റെ വീഡിയോസും പിക്സൊന്നും ഇടാൻ പുള്ളിക്ക് താല്പര്യമില്ലാന്ന്. ബിക്കോസ് അയാൾക്ക് അയാളുടേതായ ഒരു ക്യാരക്ടറും ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന്. അതിൻ്റെ അർത്ഥം വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതും കൂടി എടുത്ത് വെതറിക്കഴിഞ്ഞാൽ ജാസ്മിൻ തീർന്നു. അപ്പോൾ വെറുതെ കുന്തളിപ്പ് സംസാരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അതിന് ചിന്തിച്ച് സംസാരിക്കുക. കാരണം ഈ മനുഷ്യൻ ലിറ്ററലി ബ്രേക്ക് ഡൗൺ ആണ്. 7 months റിലേഷൻഷിപ്പ് വാസ് ഫിൽഡ് വിത്ത് ലോട്ട് ഓഫ് ലവ് ആൻഡ് അവർ ഫ്രണ്ട്സ് നോ ഹൗ ഇൻറ്റൻസ് ഇറ്റ് വാസ്. 7 months ആയിട്ടുള്ള റിലേഷൻഷിപ്പിനാണ് അവൾ അകത്ത് കയറിയിട്ട് പറയുന്നത് ഉറപ്പൊന്നും ആയിട്ടില്ല, തീരുമാനമൊന്നും ആയിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ ഇവൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്യാരക്ടർ കാണിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഈ സൊസൈറ്റിയിലെ ആൾക്കാരോ വെയിറ്റ് ചെയ്തുകൂടായിരുന്നു? എന്ത് വെയിറ്റ് ചെയ്യണം? ഇത് ഗെയിമാണോ? ഇത് എന്തൊലക്കമലത്തെ ഗെയിമാണ്? പുറത്തുള്ള ഒരാളുടെ ഫീലിങ്സ് വെച്ചിട്ടാണോ ഗെയിം കളിക്കുന്നത്? ഓഡിയൻസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, യു മേ സീ ഹെർ റിപ്പീറ്റ്ലി സേയിങ് മോർ ദാൻ 100 times ഞാൻ പുറത്ത് ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ സേയിങ് ഐ എം ഹോൾഡിങ് ലവ് ഫോർ ദാറ്റ് ഗൈ. പുറത്തൊരാൾക്ക് വെയിറ്റ് ചെയ്ത് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നത് ഐ എം ഹോൾഡിങ് മൈ ലവ്. ആർക്ക്? ഗബ്രി ആയിട്ടുള്ള ലവ്. ഇതിനൊക്കെ പച്ച മലയാളത്തിൽ വർത്തമാനം പറയാൻ എനിക്ക് അറിയാൻ പാലാത്തോണ്ടല്ല. ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് അഫ്സലിനെ ഡീഗ്രേഡ് ചെയ്യാൻ ജാസ്മിന് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് പറയുന്ന ആളുകളോട് ചോദിക്കണം, ഉളുപ്പില്ല നിനക്കൊന്നും ഉളുപ്പില്ലടാ.